എത്ര നാളായി നിങ്ങളിപ്പോൾ ശരിക്കും ഈ ലോറി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ട്രക്ക് എന്ന് പറഞ്ഞ ഒരു ബിസിനസ് തുടങ്ങിയിട്ട്? അത് ഏകദേശം ഞാൻ 98 മുതൽ ലോറി ഫീൽഡിലുണ്ട്. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് 2003 ഇപ്പോൾ ഒരു 22 വർഷം. അപ്പോൾ 98 മുതൽ ലോറി ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കിനും വണ്ടി ഓടിക്കുമായിരുന്നോ? ഓക്കെ. നമ്മുടെ ഒരു അളിയൻ്റെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആ വണ്ടിയിൽ അങ്ങനെയാണ് ലോറി ഫീൽഡിലേക്ക് വരുന്നത്. ഡ്രൈവിങ് തുടങ്ങിയിട്ട് പറയുകയാണെങ്കിൽ 90 തൊട്ട് ഇപ്പോൾ ഒരു 35 വർഷമായി. ഓക്കെ. അപ്പോൾ സ്വന്തമായിട്ട് വണ്ടി വാങ്ങുക, പ്രത്യേകിച്ച് ഒരു ട്രക്ക് വാങ്ങുക എന്നുള്ളത് വലിയ വണ്ടി ഓടിക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് വാങ്ങിച്ച വണ്ടി ഏതാ? ആദ്യമായിട്ട് വാങ്ങിച്ച 2003 KL5P 4563 പറഞ്ഞ് നമ്പറുള്ള ഒരു ലൈലൻഡ് വണ്ടി, പുതിയ വണ്ടി എടുത്തത് 2003. ഓക്കെ. ഇപ്പോൾ ഉണ്ടോ വണ്ടി? ഇല്ല. അതൊരു 5 വർഷം കഴിഞ്ഞപ്പോൾ കൊടുത്തു. അപ്പം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വണ്ടി എടുത്ത് അങ്ങനെ. ഇപ്പോൾ എത്ര വണ്ടിയുണ്ട്? ഇപ്പം നിലവിൽ 26 വണ്ടി. 26 വണ്ടി. അപ്പോൾ ശരിക്കും നിങ്ങളൊരു വലിയ വണ്ടി മുതലാളിയല്ലേ അല്ലേ? 31 വരെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു 4-5 എണ്ണം കൊടുത്തു. പിന്നെ ഇപ്പം ഇച്ചിരി ലോറി ഫീൽഡ് ഇച്ചിരി മോശമാണ്. ഓക്കെ. 26 വണ്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ നമ്മൾ ഈ യൂട്യൂബിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് ഓരോ സ്ഥലത്തേക്ക് പോകുന്ന വീഡിയോസ് ഇഷ്ടംപോലെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളൊരു ഫണ്ടിന് പോകുന്ന ആളോ? കാരണം നിങ്ങൾ 26 വണ്ടിയുള്ള വണ്ടി മുതലാളിക്ക് വണ്ടി ഓടിച്ചോണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങളൊരു ഫണ്ടിന് വേണ്ടി പോകുന്നതാണോ അതോ എന്താ അതിൻ്റെ ഒരു ഉദ്ദേശം? അതെന്താണെന്നറിയോ, വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴും ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ സ്ഥലം കാണാൻ, അത് പണ്ട് എനിക്കും ഇഷ്ടമാണ്. അതിൽ കൂടുതൽ സ്ഥലം കാണാൻ ഇഷ്ടമുള്ള ആളായിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് തന്നെ വന്നത്. ട്രിപ്പാണ്. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ്. അപ്പോൾ ഒരു വണ്ടി നമ്മൾ വ്ളോഗിങ്ങിന് വേണ്ടിയിട്ട് ആ ഒരു വണ്ടി വേറെ ഓടുന്നില്ല. ഞങ്ങൾ പോകുമ്പോൾ അതിൽ പോകും. നിങ്ങളുടെ വണ്ടി? അതെ. ബാക്കിയുള്ള സമയം അത് വീട്ടിൽ കിടക്കും, അത്രേ ഉള്ളൂ. വേറെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പം കാരവനിലാണ് പോകുന്നതെങ്കിൽ ആ വണ്ടി ഓടുകയല്ല, അവിടെ കിടക്കും. അങ്ങനെ ഒരു വണ്ടി അതിന് വേണ്ടി സെറ്റ് ചെയ്ത് ഇപ്പം അങ്ങനെ അതിൽ പോകാത്ത സ്ഥലങ്ങളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? 23 വർഷം. എങ്ങനെയാണ് പരിചയപ്പെടുന്നത്? അത് ശരി. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഫാമിലി ആയിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. പണ്ട് മുതലേ ചെറുപ്പം പോലെ മുറപ്പെണ്ണും മുറച്ചെറുക്കനുമാണ്. അമ്മാവൻ്റെ മകനാണല്ലേ? അമ്മാവൻ്റെ മകളാണ്. ഓക്കെ. അത് ശരി. അപ്പോൾ ചേച്ചിക്ക് വണ്ടി ഓടിക്കാൻ അറിയാമായിരുന്നോ പണ്ട് മുതൽ? ഇല്ല, ഞാനൊരു സൈക്കിൾ പോലും അങ്ങനെ ഓടിച്ചിട്ടില്ല. ഓക്കെ. ഇപ്പൊ സൈക്കിൾ ഓടിക്കാൻ അറിയോ? സൈക്കിൾ ഓടിക്കാൻ അല്ല, ഞാൻ സൈക്കിൾ ബാലൻസ് വേണോ ട്രക്ക് ഓടിക്കാൻ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. അതിന്റെ ആവശ്യമില്ല. പക്ഷെ ഇതേപോലെ ജലജ പിന്നെ നേരത്തെ തൊട്ട് സൈക്കിൾ ഓടിക്കും, 2 വീലർ ഓടിക്കുക, കഴിഞ്ഞ് കാറൊക്കെ ഓടിക്കാൻ തുടങ്ങി. ഇത്രയും പോലും ഓടിക്കാനും സൈക്കിൾ പോലും ഓടിക്കാത്ത ഒരാളുടെ വീട്ടിലുണ്ടായിരുന്നു, അനിയന്റെ വൈഫ്. പുള്ളിക്കാരി ഇപ്പം ലോറി ഓടിക്കും. കാർ ഓടിക്കാതെ വിമാനം ഓടിക്കുന്ന ആളെ എനിക്കറിയാം. കാർ ഓടിക്കാൻ അറിയത്തില്ല, വിമാനം ഓടിക്കുന്ന ആളെ എനിക്കറിയാം. അതുപോലെ നമ്മുടെ ലോറി ഓടിക്കുന്നവരുണ്ട്, ബൈക്ക് ഓടിക്കില്ല. വർഷങ്ങളായിട്ട് ലോറി ഓടിക്കുന്ന ഡ്രൈവർമാർ കാറും ബൈക്കും ഓടിക്കാത്തവരും ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കുന്നു, സ്വാഭാവികമായിട്ടും അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരിക്കാം, ആണോ? അങ്ങനെ കല്യാണം കഴിക്കുന്നു, അതിന് ശേഷമാണ് വണ്ടി ഓടിക്കാൻ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ കാറൊക്കെ ഓടിക്കുമായിരുന്നോ? ഇല്ല, കാർ ഓടിക്കാൻ തുടങ്ങിയത് 2014 തൊട്ട്. അത് കഴിഞ്ഞിട്ടാണ് ലോറി ഓടിക്കാൻ പഠിച്ചത്. കാർ ലൈറ്റ് വെഹിക്കിൾ ലൈസൻസ് എടുത്തു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഹെവി എടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. എന്നിട്ട് ആദ്യമായിട്ട് നിങ്ങൾ ഒരുമിച്ച് പോകുന്ന യാത്ര എപ്പോഴാണ്? ആദ്യമായിട്ട് ഞങ്ങൾ മുംബൈക്ക് പോയിട്ടുണ്ട് ലോറിയിൽ. ചേച്ചി ഭയങ്കര നെർവസ് ആയിട്ടിരിക്കുകയാണല്ലോ, സംസാരിക്കുന്നില്ല. ഇങ്ങനൊന്നും അല്ലല്ലോ വീഡിയോയില്. എന്നാ പറയുന്നത്, ഞങ്ങളല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അല്ല, ആദ്യം നമ്മൾ ഈ വ്ളോഗ് തുടങ്ങുന്നതും ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ ഇടയ്ക്ക്, ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വണ്ടി ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഒരു 2-3 മാസം അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ ചുമ്മാ ലോറിയിൽ പോകുമായിരുന്നു. അങ്ങനെ ആദ്യം വന്നത് 2016 നമ്മൾ 2 പേരും അല്ലേ ഉള്ളായിരുന്നു. ഞങ്ങൾ 2 കൂടെ ബോംബെക്ക് പോയിട്ട് അങ്ങോട്ട് ഫ്ലൈറ്റിന് പോയെന്ന് തോന്നുന്നു, വേറെ എന്തോ ഒരു ആവശ്യത്തിന് പോയാൽ തിരിച്ച് അവിടെ നിന്ന് ഒരു ലോറിയിൽ ഇങ്ങോട്ട് പോകുന്നു. അന്നാണ് ആദ്യം ഫ്ലൈറ്റേ കയറാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം, ഫ്ലൈറ്റേ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു ഫ്ലൈറ്റേ കയറണം, അങ്ങനെ പോയിരുന്നു. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് ലോറിക്ക് വന്നു 2016 16-ലാണോ? അതെ. അപ്പോൾ അതിന് ശേഷം പിന്നെ പോയി 2-3 പ്രാവശ്യം. പക്ഷെ അത് ചുമ്മാ ലോറിയിൽ പോയി എങ്ങനെ ഉണ്ടെന്ന് അതൊക്കെ അറിയാനില്ല, ഒരു ലൈഫ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വണ്ടിയിൽ ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിച്ച് അങ്ങനെയൊക്കെ പോയി. അങ്ങനെ 2-3 പ്രാവശ്യം ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 2018 ഞങ്ങൾ പോയിച്ച് തിരിച്ച് വന്നപ്പം ഓടിച്ചു കുറേ. 2018 പോകുമ്പം പിള്ളേരും ഉണ്ടായിരുന്നു. പിള്ളേരും ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരുടെ 5 പിള്ളേർക്ക് എത്ര വയസ്സാ?
ഇന്ന് അവർക്ക് 11 വയസ്സ്. 11 വയസ്സ്. ഓക്കെ. അപ്പം അന്നൊരു വീഡിയോ ഇവള് ലോറി ഓടിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ട് അന്നേരം ഒന്നും ലോറി വീഡിയോ എടുത്ത് ഫേസ്ബുക്കിലൊന്നും ഇടാൻ പറ്റില്ല. അത് ചമ്മലായിരുന്നു, നാണക്കേടല്ല, ഒരു ചമ്മല്. പൊതുവെ അറിയുന്നതിനോടൊക്കെ അങ്ങനെ ഒരു മടിയുണ്ടല്ലോ. അപ്പോൾ ആ വീഡിയോ ഭയങ്കര വൈറലായി. വേറെ നമ്മളിട്ടല്ല, അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് വേറെ ആരും യൂട്യൂബിലിട്ട് അത് ഒത്തിരി വൈറലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പോയിട്ട് വന്നു കഴിഞ്ഞ് പിന്നെ കുറച്ച് നാൾ ഇങ്ങനെ പോയി. ഈ പറഞ്ഞ പോലെ എന്നും കാശ്മീർ പോകണം, സ്ഥലങ്ങൾ കാണണം, ലോറിയെ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് പറയും. അമ്മയും അല്ല, അത് ഞാൻ കല്യാണം കഴിഞ്ഞപ്പോഴേ പറഞ്ഞു ലോറിയെ കൊണ്ടുപോകണമെന്ന് പറയുമായിരുന്നു. മുംബൈക്ക് കൊണ്ടുപോകണം, സ്ഥലം കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണമെന്ന് പറയും. ഞാനും പറയും, അമ്മയും പറയുമായിരുന്നു. അപ്പോൾ അമ്മയോട് ഞാൻ പറയും, ഞാനാ പോകുന്നെങ്കിൽ അമ്മയും കൊണ്ടുപോകാം, ഇങ്ങനെ പറയുമായിരുന്നു.